ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ EVSന്റെ എക്സാം ആണല്ലേ, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ മക്കൾ എല്ലാവരും ഇതാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കാം. നമുക്ക് ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ, നോക്കിയാൽ നിങ്ങൾ ആ ഗ്ലാസ്സിനകത്ത് നമ്മൾ കുറേ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. എന്നാൽ ആ ഗ്ലാസിന്റെ പുറത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? വാട്ടർ ഡ്രോപ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, വൈ ഡിഡ് വാട്ടർ ഡ്രോപ്സ് സീൻ ഓൺ ദ സർഫസ് ഓഫ് ദ ഗ്ലാസ്? എന്തുകൊണ്ടാണ് ഗ്ലാസിന്റെ പുറം ഭാഗത്ത് ഈ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത്? അപ്പൊ അതിന്റെ റീസൺ നമ്മൾ എന്താ പറയാ, ഗ്ലാസിനകത്താണ് നമ്മൾ ഐസ് ഇട്ടിരിക്കുന്നത് അല്ലെ, അതാണ് ഉരുകാനൊക്കെ തുടങ്ങുന്നത്, അതിനകത്ത് വെള്ളം ഉണ്ടാവും, അതൊക്കെ നോർമലി നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഗ്ലാസിന്റെ പുറത്ത് ഈ പറയുന്ന രീതിയിൽ വാട്ടർ ഡ്രോപ്സ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പറയണം, നമ്മുടെ എയറിൽ, നമ്മുടെ വായുവിൽ എന്തുണ്ട്? ഒരുപാട് ജലബാഷ്പം ഉണ്ട് അല്ലെ, വാട്ടർ വേപ്പർ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റാത്തതാണ്, മോയ്സ്ചറായിട്ട് ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ വായുവിലുള്ള ജലാംശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജലബാഷ്പം എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? ഈ ഗ്ലാസിന്റെ പുറത്ത് തട്ടുന്ന സമയത്ത് തണുപ്പാണ് അവിടെ അല്ലെ, ആ തട്ടുന്ന സമയത്ത് അത് തിരിച്ച് ഏത് അവസ്ഥയിലേക്ക് വരുവാണ്? നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ദ്രാവകാവസ്ഥയായിട്ടുള്ള നമ്മുടെ വെള്ളത്തുള്ളിയായിട്ട് വാട്ടർ ഡ്രോപ്സ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, ദ വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദ എയർ ഗെറ്റ്സ് കണ്ടൻസ്ഡ് ഓൺ ദ ഗ്ലാസ് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാട്ടർ സൈക്കിൾ എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഐസ് എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ആയിട്ട് മാറുന്നുണ്ട്, അതായത് അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. വീണ്ടും അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നുണ്ട്. എന്നാൽ ഇതേ പ്രോസസ്സ് തിരിച്ചും നടക്കുന്നുണ്ട് നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് അല്ലെ. അതായത് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി തണുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂൾ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? വാട്ടർ അല്ലെങ്കിൽ ജലം തന്നെയാണ്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മുടെ വാട്ടർ തണുത്ത് കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഐസ് തന്നെ കിട്ടും അല്ലെ. അതിപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പറയാൻ പറ്റണം. എവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഒരു നമ്മൾ കാണുന്ന ചിത്രത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ മിസ്സിംഗ് വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എഴുതാനോ ഒക്കെ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ മാറി മറിഞ്ഞ് ചോദിക്കും. അപ്പോഴൊക്കെ ഈ ഒരു കാര്യം വ്യക്തമായി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു എക്സ്പെരിമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു പിന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എ എന്ന് പറയുന്ന ഈ ബലൂൺ അല്ലെ, ബലൂണിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പൊ എ എന്ന് പറയുന്ന ബലൂൺ നമ്മൾ പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് നിങ്ങൾ കാണുന്നത്? ഇതിലൂടെ എയറിന്റെ ഏത് ഫീച്ചർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? കണ്ടുപിടിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ വായുവിന്റെ മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമുക്കറിയാം അല്ലെ, എ എന്ന് പറയുന്ന ബലൂൺ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുവോ? ഇല്ല, ഇതിങ്ങനെ നേരെ എന്ത് ചെയ്യാൻ തുടങ്ങും? താഴാൻ തുടങ്ങും അല്ലെ. അപ്പൊ ബി എന്ന് പറയുന്ന ബലൂൺ ഇങ്ങനെ താണു പോയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? നമ്മുടെ വായുവിന് എന്തുള്ളത് കൊണ്ടാണ്? യെസ്, വായുവിന് ഭാരം ഉള്ളത് കൊണ്ടാണ്. ദ എയർ ഹാസ് വെയിറ്റ് അല്ലെ. ഇപ്പൊ മിസ് ഇവിടെ എഴുതാം, എന്താണ്? വായുവിന് എന്തുള്ളത് കൊണ്ടാണ്? ഭാരമുണ്ട് അല്ലെ. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ നമ്മൾ കണ്ടുപിടിച്ചത്. കാരണം എ എന്ന് പറയുന്ന ബലൂണിലുള്ള കംപ്ലീറ്റ് വായു എന്താണ്? പുറത്തേക്ക് പോയി അല്ലെ. അപ്പൊ ആ സമയത്ത് ബിയിലുള്ള ആ വായുവിന് ഭാരം ഉള്ളത് കൊണ്ടാണ് ആ സൈഡ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? താഴാനായിട്ട് തുടങ്ങിയത്. ഇനി റൈറ്റ് ഡൗൺ ദ അതർ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും? നമുക്കറിയാം, എയറിന് എന്തില്ല? ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല അല്ലെ, അല്ലെങ്കിൽ എന്താണ്? നിശ്ചിത ആകൃതി ഇല്ല. ആർക്കാണ്? വായുവിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നിശ്ചിതമായിട്ടുള്ള എന്തില്ല? ആകൃതി ഇല്ല. അതുപോലെ തന്നെ എന്തില്ല? നിറമുണ്ടോ? ഇല്ല, നിറമില്ല അല്ലെ. നിശ്ചിതമായിട്ടുള്ള ആകൃതിയില്ല, നിറമില്ല. അതുപോലെ തന്നെ എന്താണ്? യെസ്, വായുവിന് എന്ത് വേണം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലെ. സ്ഥിതി ചെയ്യാൻ എന്താവശ്യമാണ്? സ്ഥലം ആവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. മറ്റു ഫീച്ചേഴ്സ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുക? ഉത്തരമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ എക്സ്പെരിമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള പക്ഷി സങ്കേതങ്ങളെ പറ്റി അല്ലെ. അപ്പൊ ഓരോന്നും കൃത്യമായിട്ട് അതിന്റെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നോക്കാം, ദ ബേർഡ് സാങ്ച്വറി ഇൻ കേരള നെയ്മഡ് ആഫ്റ്റർ ഡോക്ടർ സലീം അലി അല്ലെ. അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് സലീം അലിയുടെ പേരിലുള്ളത്. ഇനി നമ്മളോട് ചോദിക്കുന്ന പീകോക്ക് സാങ്ച്വറി ആണെങ്കിൽ അല്ലെ, കേരളത്തിലുള്ള ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? അത് ചൂളന്നൂരാണ് അല്ലെ. ഇനി അടുത്തത് എന്ന് പറയുന്നത് നോക്കി നിങ്ങൾ, മാംഗ്രവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കണ്ടൽ കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? മംഗളവനമാണ് അല്ലെ. മംഗളവനം എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ആൻസർ
ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ബേർഡ് സാങ്ച്വറി ആണ് ഇത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മിസ്, കുമരകം എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മുടെ കടലുണ്ടി ഉത്തരമായിട്ട് വരുന്നത് എവിടെയാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലെങ്കിൽ ദേശാടന പക്ഷികളെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ് എന്ത്? ഇതാ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കടലുണ്ടി എന്ന് പറയുന്നത്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നൊക്കെ കടലുണ്ടിയെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ മക്കളെ നമ്മുടെ പ്രാണ ബാച്ചിൽ എൻ ഗെയിം സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ ഉടനെ നമ്മൾ അവിടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ആനുവൽ എക്സാം വരെയുള്ള സിലബസ് നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. തുടക്കം മുതലുള്ള റിവിഷൻ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ LSSനും ആനുവൽ എക്സാമിനും ഒക്കെ ഇത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഇതാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പ് വരുത്തുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ നമ്മുടെ EVS എക്സാം എല്ലാവരും നല്ല സൂപ്പർ ആയിട്ട് തന്നെ എഴുതാടാ. വിത്ത് ദ വെരി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.